കർക്കിടകം 1 മുതൽ തലവര തെളിയുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. 11 നക്ഷത്രജാതകർക്കാണ് അത്തരമൊരു വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ ചാർത്തി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് അടിവച്ചടിവച്ച് ഉയർച്ചയാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അതങ്ങനെയാണ്. ചില നക്ഷത്ര ജാതകർക്ക് ചില സമയം അനുകൂലമാകുമ്പോൾ ഇവരുടെ സകലമാന ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്ന കാര്യം അറിയിക്കുന്നു. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം ആദ്യത്തേത് അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടകം 1-ാം തീയതി മുതൽ ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അശ്വതി നക്ഷത്ര ജാതകരെത്തും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം. അവിടെ പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കഴിയുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കടങ്ങളൊക്കെ തീരും. ധനമൊക്കെ സമ്പാദിക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും നീങ്ങി കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. തിരുവാതിര ഇനി രക്ഷപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തിരുവാതിരയ്ക്ക് ഒഴിഞ്ഞു കിട്ടാൻ പോവുകയാണ്. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. നാലാമത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം എന്നാൽ മകം പിറന്ന മങ്ക എന്നൊരു അർത്ഥമുണ്ട്. അതായത് മകം പിറന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളായി വീട്ടിലുണ്ട് എങ്കിൽ അവിടെ ഭാഗ്യത്തിന് യാതൊരു കുറവും വരില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവീശ്വര്യത്തിലേക്കും മകം നക്ഷത്ര ജാതകർ എത്തുന്ന സമയം കൂടിയാണിത്. കടങ്ങളൊക്കെ തീരും. ധാരാളം ധനമൊക്കെ സമ്പാദിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ മകത്തിന് കഴിയുന്ന സമയമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അഞ്ചാമത്തെ ഭാഗ്യമുള്ള ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന, കടങ്ങളൊക്കെ തീരുന്ന, ലോട്ടറി പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ യോഗം വന്നു ചേരുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളാണ്. ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ചതിവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറാൻ പോകുന്നു. പൂരത്തിനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും നീങ്ങി പൂരം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം നല്ലൊരു സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിന്നും കരിങ്കാലിമാല പൂജിച്ച് അയച്ചു തരുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരയ്ക്കിത് ധനയോഗത്തിൻ്റെ സമയമാണ്. അപ്രതീക്ഷിതമായി ധനഭാഗ്യം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും ഈ കർക്കിടക മാസത്തിൽ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ചിത്തിരയെത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം, ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്.
വിശാഖത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയം, കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്ന സമയം, പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്ന സമയം, അസുഖങ്ങൾക്കൊക്കെ കുറവ് വരുന്ന സമയം, ശരിയായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. അടുത്ത നക്ഷത്രം, എട്ടാമത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ധനയോഗം കാണുന്നുണ്ട്. ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുകയാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് അനിഴത്തിന്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. പ്രാർത്ഥന വേണം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി കടങ്ങളൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് ശ്രമം നടത്തുകയാണെങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവീശ്വര്യത്തിലേക്കും എത്തുന്ന സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. പൂരാടം ഭാഗ്യമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് എന്ന് കരുതി അധികം ലോട്ടറിയൊന്നും എടുക്കരുത്. ഒരു ലോട്ടറിയൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയൊക്കെ കാണുന്നുണ്ട്. രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടത്തിനും ഇത് കർക്കിടക മാസം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അവിട്ടം രക്ഷപ്പെടും. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്. കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അതിനുവേണ്ടി ശ്രമം നടത്തുക. തീർച്ചയായും നടക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലമായി തൊഴിലിൽ തടസ്സങ്ങൾ, സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ കലഹം, ഇങ്ങനെ പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആ ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി രേവതിക്ക് നല്ല നിലയിൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കടങ്ങളൊക്കെ തീരുന്നു. ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്നു. ഒരു ജോലിക്ക് ശ്രമം നടത്തുകയാണെങ്കിൽ ജോലി ലഭിക്കുന്ന സമയം. വിദേശ യാത്ര ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കുന്ന സമയം. കാറ്, അതുപോലെ തന്നെ വസ്തുവകകൾ, വീട്, ഇതൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. കടങ്ങൾ തീരും, വസ്തുവകകൾ സ്വന്തമാക്കാം. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി രേവതിക്ക് എത്തിച്ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവീശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു. പ്രാർത്ഥന വേണം. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഇനി വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഞാനീ പറഞ്ഞ 11 നക്ഷത്ര ജാതകർക്കും വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളാണ്. പ്രശ്നങ്ങളൊക്കെ മാറി, കടങ്ങളൊക്കെ മാറി, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നന്ദി, നമസ്കാരം.